വിശദമായ വാർത്തയിലേക്ക് കടക്കാം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് CPIM തയ്യാറെടുപ്പ് തുടങ്ങി. സ്ഥാനാർത്ഥി നിർണയത്തിന് പുതിയ മാനദണ്ഡം. തുടർച്ചയായി 6 പ്രാവശ്യം മത്സരിച്ചവരെ സ്ഥാനാർത്ഥിയാക്കില്ല. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചുമതല ജില്ലാ കമ്മിറ്റികൾക്കായിരിക്കും. 2 ടേം തുടർച്ചയായി മത്സരിച്ചവരെ സ്ഥാനാർത്ഥിയാക്കേണ്ട എന്ന കർശന നിർദ്ദേശം സംസ്ഥാന സമിതി ജില്ലാ ഘടകങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. 2 ടേം തുടർച്ചയായി മത്സരിച്ച് 1 ടേം മാറി നിന്നാൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. പുതിയ കേഡർ സ്വഭാവം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം. യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകാനാണ് തീരുമാനം. വിജയസാധ്യത പരിഗണിച്ച് ജനറൽ വാർഡുകളിൽ വനിതകളെയും മത്സരിപ്പിക്കും. സഹകരണ ബാങ്കുകളിൽ ജോലി ചെയ്യുന്നവർ ലീവ് എടുത്ത് വേണം മത്സരിക്കാൻ. വിജയിച്ചാൽ മുഴുവൻ സമയവും വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം. സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമ്പോൾ ഇളവ് വേണമെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ ജില്ലാ കമ്മിറ്റി തീരുമാനമെടുക്കും. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ തീരുമാനമെടുക്കുക സംസ്ഥാന കമ്മിറ്റിയായിരിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.